തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് അത് വഴിയെ ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ. നമസ്കാരം. ഹണി റോസ് കഴിഞ്ഞ ദിവസം ഒരു വാണിംഗ് എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് കൊടുത്തിരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ എന്നാൽ ആ കളി അങ്ങ് മാറി. എന്തോ ബാഹ്യമായ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കാണും. അവർ നേരിട്ട് മുഖ്യമന്ത്രിയുമായും DGPയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് പോവുകയാണ്. കേസ് കൊടുത്ത് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർ കേസ് ഫയൽ ചെയ്തു. അതിൻ പ്രകാരം ബോബി ചെമ്മണ്ണൂരിനെ കോയമ്പത്തൂർ ഇന്നൊരു ജുവലറിയുടെ ഉദ്ഘാടനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് 1000 ഏക്കറൊന്നുമല്ല 1000 ഏക്കർ എന്നാണ് അതിൻ്റെ പേര്, AVTയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും അവിടെ നിന്ന് പോകുന്ന സമയത്താണ് പോലീസ് ഒരു വൻ പോലീസ് സംഘം അവിടെ ചെല്ലുകയും അവിടെ നിന്ന് വളഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തും. എന്തായാലും ശരി, സോഷ്യൽ മീഡിയ എന്ന ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിൻ്റെ ദുരുപയോഗം തടയിടുന്നതിന് ഉള്ള ഒരു ആദ്യപടി ഇതോടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇന്നത്തെ വാർത്ത ഹണി റോസിന് വളരെ സന്തോഷമായി ഈ ഇങ്ങനെയുള്ളൊരു പോലീസ് നടപടിയിലും ഒക്കെ. അതിൽ നമുക്ക് ആ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്തും മറ്റ് പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് അത്രയും വലിയൊരു പിന്തുണ, കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അത്രയും ഒരിക്കലും സമാധാനമാണ്. സന്തോഷത്തിനപ്പുറം എനിക്കൊരു സമാധാനമാണ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ ഒരു 4 മാസം മുമ്പേ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. കണ്ണൂരിലെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് വരികയും അവിടെ നിന്നുണ്ടായ ചില മോശം പരാമർശങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്വർണ്ണക്കട മുതലാളി, കോടീശ്വരൻ, റിസോർട്ടുകൾ, അതുപോലെ മറ്റ് ബിസിനസ്, ബോച്ച്, ടീ എന്ന് വേണ്ട ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാന്യമായ രീതിയിൽ കുറച്ച് ആൾക്കാരെയൊക്കെ സഹായിച്ച് പോകുന്ന ചാരിറ്റികളും എല്ലാം ഉണ്ട്. മാന്യമായ രീതിയിൽ സമൂഹം കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ വില കുറേ നാളുകളായി ഇതൊക്കെ ഇങ്ങനെ എന്ത് കാണിച്ചാലും അതിനെ കൈയടിച്ച് അതിനെ കമൻ്റിട്ട് സ്വീകരിക്കുന്ന കേരളത്തിലെ കുറേ കോമാളികളുണ്ട്. അവരാണ് ഇയാളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ബോച്ചയുടെ പുറകെ നടന്നിട്ട് അതങ്ങനെ ഇങ്ങനെ ഹണി റോസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പരാമർശങ്ങൾ ചോദിക്കുകയും ഇയാൾ ദ്വയാർത്ഥത്തിൽ അല്ലെങ്കിൽ മറിച്ചുവല്ലെന്നൊക്കെ പറയാം, ആ ഭാഷയിലുള്ള വർത്തമാനം പറയാം. അത് സോഷ്യൽ മീഡിയ ഇയാളെ സമീപിക്കുമ്പോഴേ അയാൾ ഈ ഒരു രീതിയിലാണ് കുറേ നാളുകളായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ അയാളുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. ഇതിനൊക്കെ ഒരു പരിധി വരെ ഇനിയും ഈ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കയറി അങ്ങ് നിരങ്ങുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഒട്ടും മോശമല്ല. നമുക്കറിയാം പല വിഷയങ്ങളിലും ഇന്ന് യൂട്യൂബർമാരെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സ്ത്രീകളുണ്ട്. അവരുടെ മനസ്സിലെ വികാരം അത് പബ്ലിക്കിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാന്യതയ്ക്ക് അപ്പുറമായ രീതിയിലേക്കാണ് അവരുടെ പോസ്റ്റുകൾ ഓരോ ദിവസവും നാം കാണുന്നത്. ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് അത് വഴിയെ ഫയൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ. വേറെ കംപ്ലൈൻറ്റുകളൊക്കെ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, മറ്റൊരു കുട്ടി കൂടി വന്നിട്ടുണ്ട്. ഒരു യൂട്യൂബറാണ്, നമുക്കെല്ലാവരും അറിയാം, ഹെലനോസ് സ്പാറ്റർ എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവരുടെ ഒരു അനുഭവം ഇന്ന് അവരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതേ തുടർന്ന് ബോച്ചയുടെ പല രീതിയിലുള്ള പല ഭാഗങ്ങളിൽ പലരെയും ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ലൈംഗിക ചൊവ്വയോട് കൂടിയുള്ള ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന
വകുപ്പുകൾ, അതുപോലെ IT വകുപ്പ് അനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇപ്പോൾ ഈ PNSൻ്റെ ഇതിൽ പെടുത്തി ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവരൊക്കെ പണത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരായതുകൊണ്ട് എന്തിനും എവിടെയും സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ആൾക്കാർ വരും. ഇപ്പോൾ നോക്കണം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അഡ്വക്കേറ്റ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന കാണാം. കാര്യം പണത്തിൻ്റെ ഹുങ്കാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പണമുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്തും കാണിക്കാം, എവിടെയും ആരുടെയും സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു ഹുങ്ക് ഒരു ചെറിയ ഒരു പണിയാണ് ഏതായാലും ഹണി റോസ് ചെയ്തിരിക്കുന്നത്. ഹണി റോസിന് ഇപ്പോൾ അമ്മ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള അമ്മയുടെ സപ്പോർട്ടും ഉണ്ട്, വേണ്ട ഹെൽപ്പുകൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വിചാരിച്ചത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഫിലിം മേഖലയിലാണ് പൊട്ടിത്തെറികളുണ്ടെന്ന്. പക്ഷേ ഫിലിം മേഖലയിൽ നിന്ന് പുറത്തുള്ള ചില പൊട്ടിത്തെറികളാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെ കാണുന്നത്. ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ, ഇതൊരു ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് അവർ പറയുന്നതിന് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഭരണകൂടമുണ്ട്, പോലീസുണ്ട്, അതിനത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സാധാരണ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ സംഭവിക്കുന്ന നിരവധി അനുഭവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും അത് പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ തിരിച്ച് പ്രതികളാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ഈ കാഴ്ചകൾ നമ്മൾ പലതും കാണുന്നത്. എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവർ മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാൾ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അപ്പോൾ അയാൾ വേഗം ഡൂഡിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ഭയങ്കര റോങ്ങായി പറഞ്ഞു, മീൻസ് ഭയങ്കര റോങ്ങായി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. അങ്ങനെ എല്ലാവരും ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ ഒരു ദിവസം ഡയറക്റ്റ് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ ട്രൂ കോളറിൽ കാണുന്നു ബോച്ചെന്നും പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു സ്പാം കോളുകളൊക്കെയാണെന്ന് വെച്ചിട്ട് ആദ്യം എടുക്കായിരുന്നു. രണ്ടാമത് വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്തപ്പം ബോച്ചയാണ്. അപ്പം ഇവർക്ക് സംശയം വരുന്നു, ഇത് ബോച്ചയാനാണോ, ഇത്രയും വലിയൊരാൾ എന്തിനാണ് ഈ ഒരു യൂട്യൂബറെ വിളിക്കുന്നെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ പറഞ്ഞു, എൻ്റെ കോയമ്പത്തൂരിലെ ഒരു കാസർഗോഡേക്ക് പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം, കോഴിക്കോട് വരുമ്പോൾ വിളിക്കണം, കാണണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കോഴിക്കോട് ഈ കുട്ടിയുടെ കൂടെ സായി കൃഷ്ണ, അതുപോലെ ഡൂഡ്, അതുപോലെയുള്ള ഇവരുടെ അച്ഛനും കുറേ ആൾക്കാർ, ഒരു 10 പേരാണ് പോയത്. പോയി കഴിഞ്ഞ് ഒരിടത്ത് ചെന്ന് കണ്ടു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം എവിടെയാണെന്ന് ചോദിക്കുന്നു. അവിടേക്ക് ഫുഡ് കോർട്ടിലാണെന്ന് പറഞ്ഞു. അവിടേക്ക് ഇവരുടെ മാനേജരും ഒക്കെ വരുന്നു. വന്നിട്ട് പറയുന്നു, നിങ്ങളിങ്ങനെയാണോ ബോച്ചയെ കാണാൻ വരുന്നത്? ബോച്ചയെ കാണാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, ഇത്രയും പേരുമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ആളിൻ്റെ സംസാരത്തിൽ പന്തികേടാണെന്ന് ബോച്ചയല്ല ഇനി ഏതവനായാലും അടിച്ച് ഷേപ്പ് മാറ്റുമെന്നൊക്കെ അവിടെ വെച്ച് ഹോട്ടലിലുണ്ടായ ഒരു സംസാരത്തിൻ്റെ കാര്യങ്ങളാണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ PAൻ്റെ അടുത്ത് ഭയങ്കര റോങ്ങായി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ആദ്യത്തെ ബോച്ചയുടെ ഹണി റോസിന് ശേഷമുള്ള ഒരു സെക്കൻഡ് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കിനി കൂടുതൽ കാഴ്ചകൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. കസ്റ്റഡിയിലെടുത്തത് ആ സ്ക്രീനിൽ കാണുന്ന ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്ന വാഹനമാണ്. ബോബി ചെമ്മണ്ണൂരിനെ AR ക്യാമ്പിലേക്ക് അയാളുടെ തന്നെ വാഹനത്തിലാണ് എത്തിച്ചത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു വിവേചനമുണ്ട്. ഒരു സാധാരണക്കാരനാണ് നമ്മളെങ്കിൽ ഒരു പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വാഹനത്തിലല്ലേ പോകേണ്ടത്. ഇത് ബോച്ചയുടെ വാഹനത്തിൽ തന്നെ AR ക്യാമ്പിൽ അവരുടെ കോടികളുടെ വിലയുള്ള AC കാറിലാണ് കൊണ്ടുപോകുന്നത്. ഈ പോലീസൊക്കെ ഇവരുടെയൊക്കെ മുന്നിൽ എന്തിനാണ് മുട്ടുമടക്കുന്നത്? 19 പോലീസ്, ഇത് ഒരാളൊന്നും അല്ല ഇവിടെ പോയേക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവരുടെ വാഹനത്തിൽ കൊണ്ടുവന്ന ബോച്ചയുടെ വാഹനത്തിൽ എന്തിനു കൊണ്ടുപോയി എന്നുള്ളത് അന്വേഷണത്തിൽ കൊണ്ടുവരണം. ഇവരൊക്കെ എന്തിനാ ഈ പണച്ചാക്കുകളുടെ മുന്നിൽ മുട്ടുമടക്കുക എന്നുള്ളതാണ് എൻ്റെ സംശയം. കേൾക്കാമെങ്കിൽ പുതിയ വിവരങ്ങൾ. രതീഷ്, ക്യാമ്പിനകത്തേക്ക് നമുക്ക് ആ കൺട്രോൾ റൂമിൽ, ക്യാമ്പിന്റെ പുറത്തുള്ള കൺട്രോൾ സെന്ററിന്റെ മുന്നിൽ നിന്നാണ് നേരത്തെ ആ ദൃശ്യങ്ങൾ കിട്ടിയത്. ഒരു കറുത്ത മഹീന്ദ്ര സ്കോർപിയോ, പുതിയ മോഡൽ മഹീന്ദ്ര സ്കോർപിയോ കാറിനകത്താണ് ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഗേറ്റിനടുത്തുള്ള കൺട്രോൾ
സെന്ററിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാന ഗേറ്റ് ക്ലോസ്ഡ് ആണ്, നേരത്തെ നമ്മൾ വിഷ്വലിൽ കണ്ടതുപോലെ. അതുകൊണ്ട് തന്നെ അകത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവരുടെ ഒരു കണ്ണൂർ വയനാട് അവിടെ എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയതിന് ശേഷം കൊച്ചിയിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണിറോസ് കംപ്ലൈൻറ്റ് കൊടുത്തുള്ള അങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ജാമ്യം എങ്ങനെയൊക്കെയാണ് ഇപ്പം തന്നെ ഏറ്റവും വലിയ, ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി അഡ്വക്കേറ്റും അതുപോലെ ഈ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, പണത്തിന്റെ പുറത്തുള്ള സപ്പോർട്ട് കിട്ടുമല്ലോ. ടൂറിസം പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ടെന്റുകളൊക്കെ അടിച്ച് അവിടെ ഈ ന്യൂ ഇയറിന് വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി അവിടെ ഒരു പോലീസിന്റെ ഒരു വലിയ വാൻ സഹിതം ഒരു ടെമ്പോ ട്രാവലറിലെ പോലീസിന്റെ വാഹനം കാണാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്നിട്ട് മറ്റ് പോലീസ് ജീപ്പുകളും കാണും. അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയിലാണ്. എനിക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പോലീസ് വാഹനത്തിലാണോ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കേസുകളുടെ പോക്ക്. എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഈ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഹണി റോസ്, അതായത് ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെ നേരിട്ട് ബോബി ചെമ്മണ്ണൂർ വിളിച്ചോ? അദ്ദേഹം ഞങ്ങളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. ഈ ഒരു മാപ്പ് പറച്ചിൽ, ഈ സംഭവം ഇൻസിഡന്റ് ഉണ്ടാകുന്ന ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ ഹണി റോസ് ഈ മാനേജരെ വിളിച്ചിട്ട് പറയുകയുണ്ടായി ഇത് മോശം പെരുമാറ്റമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞും അപ്പോൾ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസ് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ശരിക്കും ഇയാളെ താങ്ങുന്ന കുറേ യൂട്യൂബർമാരുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചെന്നിട്ട് ഇദ്ദേഹം ചിലപ്പം നേരെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഹണി റോസിൻ്റെ അല്ലെങ്കിൽ വേറൊരു നടിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ചെല്ലുമ്പം വായിൽ നിന്ന് ചിലപ്പോൾ അബദ്ധത്തിൽ വീഴുന്ന കാര്യങ്ങളായിരിക്കും അത് കൊണ്ട് വൈറലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്തിൽ. യൂട്യൂബർമാരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളും ഉണ്ട്. എന്തായാലും ശരി, ഇനിയിങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം പണി കിട്ടും. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചപ്പോഴും ഞാൻ അത് ചെയ്യില്ല, അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചെയ്തില്ല. വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും ഒരു മാപ്പ് പറച്ചിലൂടെ ഇത് കേസ് ഹണി റോസ് ഒതുക്കുവാൻ തീരുമാനമില്ല. ശരിയാണ്, 3-4 മാസത്തിന് മുമ്പേ നടന്ന സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിന് ഇത്രയും ഇതുണ്ടായിരുന്നു. ഹണി റോസിനെ നേരിട്ട് വിളിച്ച് അപ്പോൾ വീണ്ടും പരിപാടികൾക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഇനിയും വരില്ല, ഇതാണ് കാരണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമെങ്കിലും ഒരു സോറി പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേറെ, ഇംഗ്ലീഷിൽ സോറി എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടായാലും കരുതുന്നത്. ഒരു സോറി പറഞ്ഞിട്ട് ആയാലും ശരി, ഈ ഹണി റോസിനെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ മറ്റുള്ള ചടങ്ങുകൾക്കൂടെ കൊണ്ടുവരാൻ ഒരു സോറി പറഞ്ഞില്ല, അവർ പോയേനെ. അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞിട്ട് ചേർത്ത് നിർത്തി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളിൽ സഹകരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു നടി ഏതായാലും ഇങ്ങനെ പോകത്തില്ല. അവരുടെ നേരിട്ട മാനസിക പ്രയാസങ്ങൾ തന്നെ ആയിരിക്കും ഇത്ര ഒരു കാര്യത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. ഏതായാലും ശരി, സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന കമൻ്റോളികൾക്കും സോഷ്യൽ മീഡിയയിലെ അനാവശ്യം പറയുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു താക്കീതായി ഇത് മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.